അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി നാരങ്ങാ വെള്ളമാണ്. ഒരു സ്പെഷ്യൽ നാരങ്ങാ വെള്ളം വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, വിരുന്നുകാർ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാരങ്ങാ വെള്ളമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആസിഫാക്കി ഫൺ വേൾഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതിന് നമുക്ക് ആദ്യം വേണ്ട നാരങ്ങ തന്നെയാണല്ലേ. അപ്പോൾ പുളിപ്പിനനുസരിച്ച് നാരങ്ങ എടുത്തേക്കണം. നാരങ്ങ ഇങ്ങനെയല്ല ചേർത്ത് കൊടുക്കുന്നത്, നാരങ്ങ ജ്യൂസായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ജ്യൂസാക്കിയിട്ട് വരാം. അപ്പോൾ നാരങ്ങ ഞാനിവിടെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലെ ജാറിൽ ചേർത്ത് കൊടുക്കാം. കണ്ടോ, നാരങ്ങ മിക്സിയിലെ ജാറിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഇഞ്ചിയാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചി ഞാനിവിടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ നാരങ്ങ വെള്ളത്തിൽ ചേർക്കുന്ന പോലെ തന്നെയാണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയൊരു പീസ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിന്റെ ടേസ്റ്റ് ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് ചെറുകിയ തേങ്ങ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കരുത്, കാരണം തേങ്ങാപ്പാൽ അതിൽ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന തേങ്ങ വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ. കൂടെ തന്നെ ഇനി നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരം അവർക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് പഞ്ചസാര എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. 1 മിനിറ്റ് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയും പഞ്ചസാരയും അതിലേക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം സെർവിങ് ഗ്ലാസ് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല സൂപ്പർ നാരങ്ങ വെള്ളം റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.